പുറത്ത് നല്ല മഴയാണ്, അകത്ത് അമ്മ നല്ല പണിത്തിരക്കിലും. ഞങ്ങൾ ഇന്നത്തെ വൈകുന്നേരത്തെ ചായക്കടി എന്ന് പറയുന്നത് നല്ല പഞ്ഞി പോലുള്ള ദോശയും കട്ടൻ ചായയും മീൻകറിയുമാണ്. പഞ്ഞി പോലെയുള്ള ഈ ദോശയ്ക്ക് ഏറ്റവും ചേരുന്നത് തലേന്നത്തെ മീൻകറിയാണ്. പക്ഷെ എന്നാലും ഞങ്ങൾ രാവിലത്തെ മീൻകറി കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യുകയാണ്. ഭയങ്കര ടേസ്റ്റാണ്, പറഞ്ഞറിയിക്കുന്നതിലും ടേസ്റ്റാണ്. അതുണ്ടാക്കുന്ന രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തട്ടിൽ കുട്ടി ദോശ എന്ന് പറഞ്ഞ ഒരു ഐറ്റം ഉണ്ടായിരുന്നല്ലോ, നിങ്ങൾ സോൾട്ട് ആൻഡ് പെപ്പർ സിനിമ കണ്ടപ്പോഴാണ് ഞങ്ങളുടെ ഈ ദോശയ്ക്ക് തട്ടിൽ കുട്ടി ദോശ എന്നാണ് പേര് എന്ന് ഞങ്ങൾ തിരിച്ചറിഞ്ഞത്. എന്തായിരുന്നാലും അമ്മയുടെ ആ സ്പെഷ്യൽ ദോശ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് കഴിച്ച് തന്നെ നോക്കണം. നിങ്ങൾക്ക് എല്ലാവർക്കും ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് വീട്ടിൽ സുലഭമായിട്ട് കിട്ടുന്നതാണ്. അതുകൊണ്ട് തന്നെ എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് ഞാൻ വളരെ എളുപ്പത്തിൽ പറയാം. 2 കപ്പ് പച്ചരി, 1 കപ്പ് ചോറ്, 1 കപ്പ് തേങ്ങ ചിരകിയത്, 1/4 ടീസ്പൂൺ ഈസ്റ്റ്, 2 ടീസ്പൂൺ പഞ്ചസാര, ആവശ്യത്തിന് ഉപ്പ്, വെള്ളം ആവശ്യത്തിന്, എല്ലാം ചേർത്ത് അരച്ചതിന് ശേഷം 4 മണിക്കൂർ റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കുക. അതിന് ശേഷം എടുത്ത് നല്ല ചൂടായ തട്ടിലോട്ട് അങ്ങ് പാർന്നാൽ മതി. നല്ല പഞ്ഞി പോലെയുള്ള ദോശയാണ്. എത്ര കഴിച്ചു കഴിഞ്ഞാലും മതിയാവാത്ത ഈ ദോശയെ ആരും ഒരു പ്രാവശ്യം പോലും ട്രൈ ചെയ്യാതെ വിടരുത്. ഞങ്ങളുടെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ദോശയാണ്. നിങ്ങൾക്കിപ്പോൾ കാണാൻ കഴിയും, ഓരോ കുഞ്ഞു തുളകൾ വന്നിട്ട് നല്ല സോഫ്റ്റായിട്ട് നിൽക്കുന്നുണ്ട്. ഞാനത് കാണിക്കാൻ വേണ്ടിയിട്ട് സൂം ചെയ്ത് പിടിച്ചിട്ടുണ്ട്. എന്ത് തന്നെയായാലും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്തതിന് ശേഷം അഭിപ്രായങ്ങൾ പറയണം, സബ്സ്ക്രൈബ് ചെയ്യണം, കമൻറ്റ് പറയണം. ഞങ്ങൾക്ക് ഏറ്റവും പ്രചോദനമായിട്ടുള്ളത് നിങ്ങളുടെ കമൻസും അഭിപ്രായങ്ങളും തന്നെയാണ്. അതുകൊണ്ട് എന്തായാലും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ദോശയൊക്കെ ഒന്ന് കൃത്യമായിട്ട് എണ്ണിച്ചുട്ട് ഓരോരുത്തർക്കും 4-5 എണ്ണക്ക് വീതമൊക്കെ കഴിക്കും. എനിക്ക് അമ്മ 3-4 എണ്ണം തന്നിട്ടുണ്ട്. ഞാനിതും എടുത്ത് മീൻകറിയുടെ അടുത്തേക്ക് നോക്കാൻ പോവുകയാണ്. അതിൻ്റെ ഇടയിൽ ഇതാ നല്ല മുരിഞ്ഞ ദോശയ്ക്ക് എത്ര കട്ടിയുണ്ടെന്നാണ് ഞാൻ കാണിച്ചു തരുന്നത്. അതിൻ്റെ തടിപ്പ്, അതായത് ചെറുതായിട്ട് ഞങ്ങൾ ചുടുന്നതെങ്കിൽ കൂടിയും അതെങ്ങനെ പൊങ്ങി ഉയർന്ന് വന്നിട്ട് നല്ല പൂ പോലെയുണ്ട്. ഞാനത് മുറിച്ചിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരുന്നുണ്ട്. നോക്കിക്കേ, നല്ല സോഫ്റ്റായിട്ടുണ്ട്. പഞ്ഞി പോലെയുള്ള ദോശ വായിൽ വെക്കേണ്ട താമസമേ ഉള്ളൂ. അലിഞ്ഞു പോകുമെന്നൊക്കെ പറയുന്നില്ലേ, അതേ ആ ഒരു സ്റ്റൈല് തന്നെയാണ്. മീൻകറി ഞാൻ തന്നെ എടുത്തു. ചട്ടിയിൽ പോയിട്ട് കൈയിട്ട് വരാൻ നോക്കിയപ്പോൾ അമ്മ പറഞ്ഞു കോപ്പയിൽ ഞാൻ എടുത്ത് വെച്ചേക്കാൻ പറഞ്ഞു. അതുപോലെ തന്നെ എടുത്ത് കഴിച്ചതിന് ശേഷമാണ് നിങ്ങളോട് ബാക്കി വർത്താനം പറയാൻ നിന്നത്. എന്തായിരുന്നാലും അടിപൊളി ടേസ്റ്റാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ദോശയുടെ കമൻസും കാര്യങ്ങളും പറയണം.